students on a new lecture on Fourier series. So previous lecturesൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് Fourier സീരീസിനെ കുറിച്ചാണ്, എസ്പെഷ്യലി Fourier സീരീസ് ഓഫ് 2π പീരിയോഡിക് ഫങ്ഷൻസ്. സോ നമ്മൾ Fourier സീരീസ് ഓഫ് 2π പീരിയോഡിക് ഫങ്ഷൻ ആണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. 2π പീരിയോഡിക്കായ ഒരു ഫങ്ഷൻസ് വരുമ്പോൾ അതിൻ്റെ Fourier സീരീസ് എങ്ങനെയാണ്? ഇത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് -π എന്നുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ, നെക്സ്റ്റ് ഇൻ ജനറൽ ലാംഡ പ്ലസ് 2π എന്നുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ Fourier സീരീസിന് എന്താണ് വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. So in this section we will discuss the Fourier series of the general 2L periodic functions. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഫങ്ഷൻസും ഇൻ ജനറൽ 2π പീരിയോഡിക് ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, എല്ലാ ഫങ്ഷൻസിൻ്റെയും പീരീഡ് 2π ആകണമെന്നില്ല. ചിലപ്പോൾ 2 ആകാം, ചിലപ്പോൾ 3 ആകാം, ചിലപ്പോൾ 4 ആകാം, ചിലപ്പോൾ 5 ആകാം. അങ്ങനെ ധാരാളം നാച്ചുറൽ നമ്പേഴ്സോ റിയൽ നമ്പേഴ്സോ ഫങ്ഷൻസിൻ്റെ പീരീഡായിട്ട് വരാം. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എങ്ങനെ Fourier സീരീസ് എക്സ്പാൻഷൻ കണ്ടെത്തും എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച Fourier സീരീസുമായി ബന്ധപ്പെട്ട റിസൾട്ട് പറയുന്നത് ഏതൊരു പീരിയോഡിക് ഫംഗ്ഷനെയും Fourier സീരീസ് എക്സ്പാൻഷൻ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ ജനറൽ 2π പീരിയോഡിക് ഫംഗ്ഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനിയും അത് ഏത് ഇൻ്റർവെല്ലായാലും 2π പീരിയോഡിക് ഫംഗ്ഷനെ അതുപോലെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ 2π എന്നുള്ളതിന് പകരം 2L ഇൻ്റർവെല്ലാണെങ്കിൽ, അതായത് 2L ഇൻ്റർവെല്ലിൽ നമുക്ക് എങ്ങനെ ഫങ്ഷൻസിൻ്റെ Fourier സീരീസ് കണ്ടുപിടിക്കാം? സോ ഹിയർ the function is 2L periodic. ഓക്കെ, സോ നമുക്ക് ഇൻ ജനറൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഫങ്ഷൻ -L തൊട്ട് L വരെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. ദിസ് ഈസ് x, ദിസ് ഈസ് -L to L. സോ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2L ആയിട്ട് വരും. ഓക്കെ, സോ 2L പീരിയോഡിക് ഫങ്ഷൻസിൻ്റെ Fourier സീരീസ് എങ്ങനെ കണ്ടെത്താം? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഇത് കണ്ടെത്തിയാൽ ഇവിടെ പൈക്ക് പകരം L വന്നെന്നുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ Fourier സീരീസിനും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ടാകും. സോ ഹിയർ ദ Fourier സീരീസ് ഈസ് a0/2 പ്ലസ് summation n is equal to 1 to infinity an. അടുത്തടുത്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം cos n pi x by l പ്ലസ് bn sin n pi x by l. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. നേരത്തെ നമ്മൾ കോസ് nx എന്നാണ് എടുത്തത്. ഇവിടെ n pi x ഡിവൈഡഡ് ബൈ എൽ ഇഫ് ദ ഫംഗ്ഷൻ ഈസ് 2L പീരിയോഡിക്. അതുപോലെ തന്നെ സിമിലർലി സൈൻ n pi x by l where the function is 2L periodic. ഈ പ്രധാനപ്പെട്ട വ്യത്യാസമാണ് Fourier സീരീസിനുണ്ടാകുക. സോ ദിസ് ഈസ് ദ ജനറൽ Fourier സീരീസ് ഫോർ എനി ആർബിട്രറി ഫംഗ്ഷൻ വിച്ച് ഈസ് ഓഫ് പീരീഡ് 2L. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലിന് പകരം ഇവിടെ 2π പീരിയോഡിക് ആണ്. അപ്പം എല്ലിൻ്റെ സ്ഥാനത്ത് ഇവിടെ പൈ ആണ് വരുന്നത്. സോ ഇവിടെ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസ് n pi x ഡിവൈഡഡ് ബൈ പൈയും ക്യാൻസൽ ആക്കി കളഞ്ഞാൽ കോസ് nx എന്ന് കിട്ടും. സിമിലർലി ഇവിടെ സൈൻ nx എന്ന് കിട്ടും. സോ ഈ ജനറൽ എക്സ്പ്രഷൻ്റെ അകത്ത് L = പൈ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയപ്പോഴാണ് നമുക്ക് ആക്ച്വലി നമ്മുടെ Fourier സീരീസ് കിട്ടിയത്. നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത Fourier സീരീസ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ ദിസ് ഈസ് ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ Fourier series of an arbitrary function which is periodic with period 2L. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കോഎഫിഷ്യൻസ് ആണ്, ഓയിലർ ഫോർമുല വെച്ച് നമ്മൾ കണ്ടെത്തേണ്ടത് ഓയിലർ കോഎഫിഷ്യൻസ് ആണ്. കോസ് nxന് പകരം കോസ് n pi x by l ആകുന്നു. സൈൻ nxന് പകരം സൈൻ n pi x by l ആകുന്നു. ഇൻ്റർവെൽ -L to L എന്നുള്ള വ്യത്യാസം വരുന്നു. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട മാറ്റം
പ്രധാനമായിട്ടുള്ളത്. സോ ഹിയർ ബൈ ഓയിലർ ഫോർമുല എ നോട്ട് ഈസ് ഈക്വൽ ടു 1 ബൈ, ഇവിടെ 2 പൈ പീരിയോഡിക് ആയതുകൊണ്ട് 1 ബൈ പൈ എന്നാണ് വന്നത്. ഇവിടെ 12 പീരിയോഡിക് ആയതുകൊണ്ട് 1 ബൈ എൽ എന്നാണ്. ഓക്കെ, സോ 2 പൈ പീരിയോഡിക് ആയപ്പോൾ പൈ വന്നു, 12 പീരിയോഡിക് ആകുമ്പോൾ എൽ വരും. ഓക്കെ, ദാറ്റ്സ് ദ മെയിൻ ഡിഫറൻസ്. ഓക്കെ, 1 ബൈ എൽ ഇൻ്റഗ്രൽ ഇൻ്റർവൽ മൈനസ് എൽ ടു എൽ എന്നാണ് കൺസിഡർ ചെയ്തത്. ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഡി എക്സ്. So this is a naught. An is similarly 1 by pi ക്ക് പകരം 1 by L integral minus L to L f of x into cos nx ന് പകരം cos n pi x by L എന്നാകും. cos n pi x by L dx എന്നാകും. So this is an. Similarly നമുക്ക് bn ഉം നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. So bn is actually 1 by L integral minus L to L f of x sin n pi x by L dx. So this is a naught, this is an, this is bn, where n varies from 1, 2, 3, etc. So this is the Fourier series. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറലി നമ്മളുടെ Fourier സീരീസ് എന്ന് പറയുന്നത്. സോ ആർബിട്രറി ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ അത് ഇൻ ജനറൽ 2L periodic ആണെങ്കിൽ its Fourier series is actually this. Okay, where a naught, an, bn is actually given. Okay, അപ്പോൾ ഇനി നമ്മൾ Fourier സീരീസ് ഡിസ്കസ് ചെയ്തപ്പോൾ 2 പൈ പീരിയോഡിക് ഫംഗ്ഷൻസ് കേസിൽ Fourier സീരീസ് ഡിസ്കസ് ചെയ്തപ്പോൾ 2 സ്പെഷ്യൽ കേസ് കൂടെ കൺസിഡർ ചെയ്തിരുന്നു. ഓക്കെ, ഒന്നാമത്തേത് ഫംഗ്ഷൻ ഈവൻ ആകുമ്പോഴും ഓഡ് ആകുമ്പോൾ ഉള്ള സൈൻ സീരീസും കൊസൈൻ സീരീസും എന്നുള്ള കേസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഈവൻ ആകുമ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസം, ഓഡ് ആകുമ്പോൾ എന്താണ് വ്യത്യാസം, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമിലർ ആയിട്ട് ഇവിടെയും ഫംഗ്ഷൻ ഈവൻ ആകുമ്പോഴും ഓഡ് ആകുമ്പോഴും അതിൻ്റെ Fourier സീരീസിനും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ ആകുമ്പോൾ ഈവൻ. So f of x even ആകുമ്പോൾ bn is actually 1 by L integral minus L to L f of x sin n pi x by L dx. Okay, so ഇവിടെ f of x even ആകുമ്പോൾ f of x into which is an even function into sin is always an odd function. So f of x into sin is always an odd function. Okay, product of even and odd function is always odd. Odd function the integral minus a to a integral is always 0. So integral minus L to L ആണെങ്കിൽ this is actually 0. So bn അവിടെ എല്ലായ്പ്പോഴും 0 ആയിരിക്കും. അതുപോലെ തന്നെ an is actually 1 by L integral minus L to L f of x cos n pi x by L dx എന്ന് എഴുതാം. ഇതിനെ നമ്മൾ എഫ് ഓഫ് എക്സ് ഈവൻ ആണ്, കോസും ഈവൻ ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി ആൻ ഈവൻ ഫംഗ്ഷൻ. സോ അവിടെ നമുക്ക് 2 ടൈംസ് എന്ന് എഴുതാം, ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ ആയതുകൊണ്ട്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ 2 ടൈംസ് ബൈ എൽ ഇൻ്റഗ്രൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് കോസ് എൻ ബൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് എൻ. സോ എഫ് ഓഫ് എക്സ് ഈവൻ ആകുമ്പോൾ കറസ്പോണ്ടിങ് Fourier സീരീസ് ഈസ് നമ്മുടെ ബി എന്നിൻ്റെ പാർട്ടെല്ലാം 0 ആയിപ്പോവും. സോ എ നോട്ട് ബൈ 2 പ്ലസ് സമേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് n പൈ എക്സ് ബൈ എൽ. So this is the Fourier series whenever f of x is even, where f is defined from minus L to L.
മൈനസ് എൽ എൽ എന്നുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഈ ഇൻ്റഗ്രൽ 0 ആകണമെങ്കിൽ മൈനസ് എ ടു എയിലാണ് ഈ ഇൻ്റഗ്രൽ 0 ആകുന്നത്. ഓക്കെ, സോ മൈനസ് എൽ ടു എൽ ഡിഫൈൻ ചെയ്തെങ്കിൽ മാത്രമേ ബി എൻ 0 ആകത്തുള്ളൂ. സോ സിമിലർലി നമുക്ക് എഫ് ഓഫ് എക്സ് ഓഡ് ആകുന്ന കേസ് നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ എഫ് ഓഫ് എക്സ് ഓഡ് ആകുമ്പോൾ എന്ത് വ്യത്യാസമാണ് സംഭവിക്കുക? So whenever f of x is odd, we can consider the case of n. So f of x is odd. So f of x odd ആകുമ്പോൾ, so f of x is odd implies n is 1 by L integral minus L to L f of x cos n pi x by L dx. This becomes f of x odd function. This is cos is always even. Product of even and odd function is always an odd function. Product of even and odd function odd ആയതുകൊണ്ട് minus L to L an odd function the integral is always 0. So ആ കേസിൽ an 0 ആയിരിക്കും. bn is 1 by L integral minus L to L f of x sin n pi x by L dx എന്ന് കിട്ടും. ഇവിടെ എഫ് ഓഫ് എക്സ് ഓഡാണ്, സൈനും ഓഡാണ്, പ്രോഡക്റ്റ് ഓഫ് ഓഡ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഈവൻ. സോ ഇതിൻ്റെ ഇൻ്റഗ്രൽ ഈവൻ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് 2 by L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, സോ ദ കറസ്പോണ്ടിങ് ഫോറിയർ സീരീസ് ഈസ്, സോ അവിടെ എൻ്റെ ടേംസ് എല്ലാം 0 ആയിപ്പോവും. സോ നമുക്ക് കിട്ടുന്നത് സമേഷൻ n is equal to 1 to infinity bn sin n pi x by L. This is the corresponding Fourier series. So നമ്മൾ ഡിസ്കസ് ചെയ്തത് എഫ് ഓഫ് എക്സ് ഈവൻ ആകുമ്പോഴും ഓഡ് ആകുമ്പോഴും ഉള്ള രണ്ട് പെർട്ടിക്കുലർ കേസാണ്. ഇഫ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ ദ ഇൻ്റർവെൽ മൈനസ് എൽ ടു എൽ ആൻഡ് ദ ഫംഗ്ഷൻ ഈസ് 2π പീരിയോഡിക്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈവൻ ആണെങ്കിൽ ദ കറസ്പോണ്ടിങ് ഫോറിയർ സീരീസ് ഈസ് n0/2 summation n is equal to 1 to infinity an cos n pi x by L, and f of x is odd, the corresponding Fourier series is like this. So this is the general expression for Fourier series. ഓക്കെ, അപ്പോൾ ജനറൽ ഒരു 2L പീരിയോഡിക് ഫംഗ്ഷൻസിൻ്റെ മൈനസ് എൽ ടു എല്ലിൻ്റെ കേസിലുള്ള Fourier സീരീസിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ കേസാണ് വെൻ എൽ ഈസ് ഈക്വൽ ടു പൈ ആകുന്ന പെർട്ടിക്കുലർ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും. ഇവിടെ പ്രത്യേകം ഈ സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ യു ഹാവ് ടു കീപ് ദ തിങ് ഇൻ മൈൻഡ് ഈസ് ദാറ്റ് മൈനസ് എൽ ടു എല്ലിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിതുപോലെ ഫോറിയർ സീരീസിനെ ഇങ്ങനെ രണ്ട് സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയുള്ളൂ. ഓക്കെ, സോ ലെറ്റ് us ഡിസ്കസ് സം എക്സാമ്പിൾസ്. ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ ലെക്ചർ അവസാനിപ്പിക്കാം. So the question is, find the Fourier series of two periodic function f of x is equal to 0 when x is in between minus 1 to 0 and f of x is 1 when x is in between 0 and 1. സോ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് കണ്ടെത്തുക എന്നുള്ളതാണ്. സോ നമുക്ക് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഹിയർ ഫംഗ്ഷൻ ഈസ് ടു പീരിയോഡിക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2L. നമ്മൾ ജനറലി 2L പീരിയോഡിക് ഫംഗ്ഷൻസിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ 2L ഷുഡ് ബി ഈക്വൽ ടു 2 വിച്ച് ഇംപ്ലൈസ് L ഷുഡ് ബി ഈക്വൽ ടു 1. ഓക്കെ, സോ ഇവിടെ മൈനസ് എൽ ടു എൽ ആണ് ഇൻ്റർവെൽ തന്നിരിക്കുന്നത്. സോ ഹിയർ ദ ഇൻ്റർവെൽ ഈസ് minus L to L or actually minus 1 to 1. ഇതാണ് നമ്മുടെ ഇൻ്റർവെൽ. ക്ലോസ്ഡോ ഓപ്പണോ ആയാലും നമുക്ക് വിഷയമില്ല. ഓക്കെ, ഇൻ്റർവെൽ. സോ നമുക്ക് ഫോറിയർ കോഎഫിഷ്യൻസിലേക്ക് കൊണ്ടുപോകാം.
So the Fourier series is, so Fourier series is a naught by 2 plus summation n is equal to 1 to infinity an cos n pi x by L plus bn sin n pi x by L. Okay. So this is the Fourier series. ഇതിനകത്ത് നമുക്ക് L തന്നിട്ടുണ്ട്. L is actually 1. So നമുക്ക് Fourier coefficients കണ്ടെത്താം. So a naught is actually 1 by L. Here L is 1. So 1 by 1 integral minus L to L. So integral minus 1 to 1 f of x dx. Okay. So 1 by 1 is 1. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെഫനിഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ -1 തൊട്ട് 0 വരെ, 0 തൊട്ട് 1 വരെ, അങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. -1 തൊട്ട് 0 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0, 0 തൊട്ട് 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ ഈസ് 1. സോ ഇൻ്റഗ്രലും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. -1 to 0 and 0 to 1. So here this integral becomes 1 by 1 is actually 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. So this integral is -1 to 0 f of x dx plus 0 to 1 f of x dx. Okay. So this is -1 to 0. -1ൻ്റെയും 0യുടെയും ഇടയ്ക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ is actually 0. So 0 dx. Next is 0 to 1. 0യ്ക്കും 1നും ഇടയ്ക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ is actually 1. So 1 dx. Okay. So 0യുടെ integral is actually, we can consider it as 0. Plus 1ൻ്റെ integral is x. So upper limit, lower limit. Okay. So നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1 മൈനസ് 0 വിച്ച് ഈസ് ആക്ച്വലി 1. സോ എ നോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എ നോട്ട് ഈസ് ആക്ച്വലി 1. നൗ മൂവിങ് ഓൺ ടു എൻ. എൻ ഈസ് 1 ബൈ എൽ വിച്ച് ഈസ് 1 ബൈ 1 ഇൻ്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഈസ് 1. സോ എൻ പൈ എക്സ് ഡി എക്സ്. ഇതിനെ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ -1 to 0, 0 to 1 അനുസരിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ -1 to 0 എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ എക്സ് ഡി എക്സ്. ഓക്കെ. കാരണം ഇവിടെ L ഈസ് ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. സോ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ L എന്നുള്ളത് എൻ പൈ എക്സ് ഡിവൈഡ് ബൈ 1 ആവും വിച്ച് ഈസ് എൻ പൈ എക്സ്. ഓക്കെ. സോ ദിസ് ഇംപ്ലൈസ്, ഇനി നമുക്ക് ഇൻ്റഗ്രൽ -1 to 0 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -1ൻ്റെയും 0യുടെ ഇടയ്ക്ക് 0 കോസ് എൻ പൈ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to 1, 0യ്ക്കും 1ൻ്റെ ഇടയ്ക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1. സോ 1 കോസ് n pi x dx. Okay. So 0 into something is always 0. അതിൻ്റെ integral is always 0. Plus 1 into cos n pi x is cos n pi x. Cos n pi xൻ്റെ integral ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. Cos n pi xൻ്റെ integral is actually sin n pi x divided by n pi. Okay. From 0 to 1. സോ ഇവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ബൈ എൻ പൈ നമുക്ക് വെളിയിലെടുക്കാം. 1 ബൈ എൻ പൈ ടൈംസ് അപ്പർ ലിമിറ്റ് സൈൻ എൻ പൈ എക്സിന് 1 കൊടുക്കുമ്പോൾ എൻ പൈ ഇൻറ്റു 1 വിച്ച് ഈസ് എൻ പൈ മൈനസ് സൈൻ എൻ പൈ ഇൻറ്റു 0 വിച്ച് ഈസ് സൈൻ 0 എന്ന് വരും. ഓക്കെ. നൗ നമുക്കറിയാം സൈൻ എൻ പൈ ഈസ് ഓൾവേസ് 0, സൈൻ 0 ഈസ് ഓൾവേസ് 0. ദിസ് ഈസ് ആക്ച്വലി 0 മൈനസ് 0 into 1 by n pi. 0 minus 0 is 0. 0 into 1 by n pi is always 0. So n in the value actually becomes 0.
So n in the volume actually becomes 0. So a naughtum a n 0 ആയി. Now moving on to bn. Bn is actually 1 by L. L is 1, so 1 by 1 integral minus L to L, which is minus 1 to n f of x sin n pi x by L is 1 dx. ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം -1 to 0 കാരണം എഫ് ഓഫ് എക്സിന് രണ്ട് വാല്യൂസ് ആണുള്ളത്. സോ ഇൻ്റഗ്രൽ -1 to 0 എഫ് ഓഫ് എക്സ് സൈൻ n pi x by 1 is n pi x dx plus integral 0 to 1 f of x sin n pi x dx. Okay, so this becomes f of x in the value -1 നും 0 ഇടയ്ക്ക് actually 0, 0 1 ഇടയ്ക്ക് actually 1. So this becomes -1 to 0, 0 times sin n pi x dx plus integral 0 to 1 f of x is 1, so 1 into sin n pi x dx. So 0 into something is always 0, അതിൻ്റെ integral becomes 0. 1 into sin n pi x is sin n pi x. Sin n pi x ൻ്റെ integral is actually minus cos n pi x divided by n pi. നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് ഫ്രം 0 to 1. ഓക്കെ, സോ ഇവിടെ നിന്ന് -1/n π വെളിയിലെടുക്കാം. -1/n π കോമൺ എടുത്തു. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് ഈസ് കോസ് n π ഇൻറ്റു 1. എക്സിന് 1 കൊടുക്കുന്നു. മൈനസ് കോസ് n π ഇൻറ്റു 0 വിച്ച് ഈസ് 0, കോസ് 0. സോ -1/n π. Cos n പൈയുടെ വാല്യൂ ഈസ് ഓൾവേസ് -1 റൈസ് ടു n. Cos 0യുടെ വാല്യൂ ഈസ് ആക്ച്വലി 1. ഓക്കെ, സോ ദ ആൻസർ ബിക്കംസ് -1 ഡിവൈഡഡ് ബൈ n പൈ ഇൻറ്റു -1 റൈസ് ടു n -1 എന്ന് കിട്ടും. സോ ബി എൻ്റെ വാല്യൂവും കിട്ടി. സോ ബി എൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഈ മൈനസ് അകത്തോട്ട് കൊടുത്തിട്ട് ഈ മൈനസ് ടേം സെക്കൻഡ് ടേം പ്ലസും ഈ പ്ലസ് ടേം മൈനസും ആക്കാം. സോ ബി എൻ ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/n പൈ ടൈംസ് 1 മൈനസ് -1 റൈസ് ടു n അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇനി നമുക്ക് വേണമെങ്കിൽ രണ്ട് കേസായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ ബി എൻ വെൻ n ഈസ് ഈവൻ -1 റൈസ് ടു n ഈസ് ആക്ച്വലി 1. So this becomes 1 minus 1 എന്ന് കിട്ടും. 1 minus 1 is 0. So bn is 0. Okay. So when n is odd, -1 raised to n is actually -1. Okay. So bn becomes 1/n pi 1 minus -1. So 1 plus 1 എന്ന് കിട്ടും. 2/n pi എന്ന് കിട്ടും. Okay. So when n is even, bn is 0. When n is odd, bn is actually 2/n pi. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. So bn is actually 0 if n is even. Is equal to 2/n pi if n is odd. നമുക്ക് ഫോറിയർ സീരീസ് എഴുതാം. n എല്ലായ്പ്പോഴും 0 ആണ്. a നോട്ടും 0 ആണ്. So Fourier series is a naught by 2 which is 0/2 plus summation n is equal to 1 to infinity an cos n pi x by here L is 1, so n pi x by 1 plus bn sin n pi x by 1. Okay, so here it is നമുക്ക് ഇവിടെ എൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും 0 ആണ്. എ നോട്ടും 0 ആണ്. സോ ആ രണ്ട് ടേംസ് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. സോ ദ ആൻസർ ബിക്കംസ് summation n is equal to 1 to infinity bn is actually
നമുക്കറിയാം. സോ ബി എൻ ഇൻറ്റു സൈൻ എൻ പൈ എക്സ്. ഓക്കെ, ഇത് തന്നെ ബി എൻ എന്ന് ഈവൻ ആകുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി 0. ഓഡ് ആകുമ്പോൾ 2/n π എന്നുള്ളതാണ്. സോ n ഈസ് ഇക്വൽ ടു 1 എന്നുള്ള ഓഡ് നമ്പറാണ്. സോ 2/1 ഇൻറ്റു പൈ, സോ 2/π സൈൻ പൈ എക്സ്. n ഈസ് ഇക്വൽ ടു 1 ആകുമ്പോൾ, n ഈസ് ഇക്വൽ 2 ആകുമ്പോൾ bn is 0, so the corresponding term is 0. n is equal to 3 ആകുമ്പോൾ bn is 2/3π. Okay, here sin 3πx എന്ന് കിട്ടും. അടുത്ത n is equal to 4 ആകുമ്പോൾ bn is 0, the corresponding term is 0. n is equal to 5 ആകുമ്പോൾ corresponding bn is 2/5π sin 5πx plus etc. So this is actually the corresponding series. Okay, നമുക്ക് in general this is the series. Sorry, I made a mistake. Here a naught is നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് a naught 1 എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്, a naught 0 അല്ല. സോ a naught is actually 1. സോ നമ്മൾ a naught by 2ൻ്റെ ടേം നമ്മൾ എഴുതണം. ഓക്കെ, സോ a naught by 2 becomes actually 1/2 എന്ന് കിട്ടും. ഓക്കെ, സോ ഹിയർ ഓൾസോ ഇവിടെ 1/2 പ്ലസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഹിയർ ദിസ് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ്. ഓക്കെ, കാരണം എ നോട്ട് 0 അല്ല, എ നോട്ട് 1 ആണ്, ബാക്കിയുള്ള എന്നുകളാണ് 0 ആയി പോകുന്നത്. സോ ജനറൽ ദ സീരീസ് ഈസ് ആക്ച്വലി 1/2. a naught by 2 is 1 divided by 2 summation n is equal to 1 to infinity bn sin n pi x, that is 1/2 plus ഇപ്പോൾ എഴുതിയ പോലെ തന്നെ 2/π sin pi x plus 2/3π sin 3πx plus etc. So this is actually the corresponding Fourier series. Okay, thank you.